ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്, അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്? നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂറോപ്യന്മാരുടെ വരവും അവരുടെ സംഭാവനകളുമാണ്. അപ്പൊ സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് PSC ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് NCERT SCERT ടെക്സ്റ്റ് ബുക്കുകൾ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മളുടെ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സ് കൂടുതലായി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണ് ഈ ക്ലാസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം യൂറോപ്യന്മാരുടെ വരവും അവരുടെ സംഭാവനകളും എന്തൊക്കെയായിരുന്നു എന്ന്. ഇന്ത്യയിൽ ആദ്യമായി കച്ചവടത്തിനെത്തിയ വിദേശ ശക്തികൾ എന്നറിയപ്പെടുന്നത് അറബികളാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കച്ചവടത്തിനെത്തിയ വിദേശ ശക്തികൾ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. ആരാ സുഹൃത്തുക്കളെ? അറബികളാണ്. കാരണം അവർക്ക് കരമാർഗം ഇന്ത്യയിലേക്ക് എത്തുവാനും ഇന്ത്യയിൽ കച്ചവടം നടത്തുവാനും കഴിഞ്ഞിരുന്നു. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പോർച്ചുഗീസുകാർ, അതിനുശേഷം ഡച്ചുകാർ, അതിനുശേഷം ബ്രിട്ടീഷുകാരും, അതിനുശേഷമാണ് ഫ്രഞ്ചുകാർ വരുന്നത്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരായിരുന്നു. അതിനുശേഷം ഡച്ചുകാർ വന്നു, അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നു, അതിനുശേഷം ഫ്രഞ്ചുകാർ വന്നു. ഇത് സ്ഥിരം PSC ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ ഒരു കോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോഡ് നോക്കാം സുഹൃത്തുക്കളെ. കോഡ് ഇത്രയേ ഉള്ളൂ, പോഡ ബീഫെ എന്നങ്ങ് പഠിക്കുക. എന്താണ് കോഡ്? പോഡ ബീഫെ എന്നങ്ങ് പഠിക്കുക. ഇതിൽ പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാര്, ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡച്ചുകാര്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാര്, ഫെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ചുകാര് എന്ന് പഠിക്കുക. ഫെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രഞ്ചുകാര് എന്ന് പഠിക്കുക. ബീഫിന്റെ ഫെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ചുകാര് എന്നങ്ങ് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോ കോഡ് ഇത്രയേ ഉള്ളൂ, പോഡ ബീഫെ എന്നങ്ങ് പഠിക്കുക. പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാര്, ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡച്ചുകാര്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാര്, ഡൗട്ട് ഉണ്ടാകുന്ന ഫേ ആണ്. ഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രഞ്ചുകാര് എന്നങ്ങ് പഠിക്കുക. അപ്പോ ഇനി സുഹൃത്തുക്കൾ ഒരിക്കലും മറക്കില്ല, യൂറോപ്യൻ ശക്തികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക സുഹൃത്തുക്കളെ. ഇന്ത്യ ആ കാലങ്ങളിൽ സമ്പന്ന രാഷ്ട്രമായിരുന്നു. ശരിയാണ്, അക്കാലത്ത് എന്തായിരുന്നു? ഇന്ത്യ അതിസമ്പന്ന രാഷ്ട്രമായിരുന്നു. ഓർക്കുക, ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്ന ധാരാളം വിഭവങ്ങൾ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തവയായിരുന്നു. ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്ന ധാരാളം വിഭവങ്ങൾ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെട്ടവയായിരുന്നു. ഇവയിൽ പ്രധാനമായും ഉള്ളവയാണ് പട്ട്, പരുത്തി, നീലം, സുഗന്ധവ്യഞ്ജനങ്ങൾ. ഇതൊന്ന് പഠിച്ചു വെച്ചോളണേ. ഇവയിൽ പ്രധാനപ്പെട്ട എന്തായിരുന്നു, അല്ലെങ്കിൽ ലോക കമ്പോളത്തിൽ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു ചോദിച്ചാൽ പട്ട്, പരുത്തി, നീലം, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയായിരുന്നു. കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ലോകമെമ്പാടും ആവശ്യക്കാർ കൂടുതലായിരുന്നു. കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ലോകമെമ്പാടും ആവശ്യക്കാരുണ്ടായിരുന്നു. ഇതിൽ തന്നെ കുരുമുളക്, ഏലം, ഗ്രാമ്പു എന്നിവയുടെ കമ്പോളത്തിൽ അമിതമായ ആവശ്യകത യൂറോപ്യന്മാരെ കേരളത്തിലേക്ക് ആകർഷിച്ചു. ഈ ഭാഗം നന്നായിട്ട് പഠിച്ചോളണേ. കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ലോകമെമ്പാടും ആവശ്യക്കാർ കൂടുതലായിരുന്നു. ഇതിൽ തന്നെ
കുരുമുളകിന്റെയും ഏലത്തിന്റെയും ഗ്രാമ്പൂവിന്റെയും കമ്പോളത്തിലെ, അതായത് യൂറോപ്യൻ കമ്പോളത്തിലെ അമിതമായ ആവശ്യകത യൂറോപ്യന്മാരെ കേരളത്തിലേക്ക് ആകർഷിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡം യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെ വലിയ വിപണിയായി പ്രവർത്തിച്ചതും യൂറോപ്യൻ ശക്തികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചു. അപ്പോൾ യൂറോപ്പിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വലിയൊരു കമ്പോളമായി പ്രവർത്തിച്ച അല്ലെങ്കിൽ വിപണിയായി പ്രവർത്തിച്ചത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമായിരുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ശക്തികളെ അതും എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിന് എന്ത് ചെയ്തു, കാരണമായി. അപ്പോൾ ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. ഒന്നുകൂടി പറയാം, ഈസിയാണ്, ഒന്നുമില്ല സംഭവം. ഇന്ത്യ ആ കാലഘട്ടത്തിൽ അതിസമ്പന്ന രാഷ്ട്രമായിരുന്നു. ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്ന ധാരാളം വിഭവങ്ങൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ടവയായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പട്ട്, പരുത്തി, നീലം, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് പ്രധാനമായിട്ടും യൂറോപ്യന്മാർ കേരളത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് എന്തെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ലോകമെമ്പാടും ആവശ്യക്കാർ കൂടുതലായിരുന്നു. അതിൽ തന്നെ കുരുമുളക്, ഏലം, ഗ്രാമ്പു എന്നിവ യൂറോപ്യൻ കമ്പോളത്തില് ആവശ്യകത ഉള്ളതും യൂറോപ്യന്മാരെ കേരളത്തിലേക്ക് എന്താണ് ആകർഷിക്കുന്നതിന് കാരണമായി. അതിനോടൊപ്പം പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക സുഹൃത്തുക്കള്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെ വലിയ വിപണിയായി പ്രവർത്തിച്ചതും യൂറോപ്യൻ ശക്തികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് പോർച്ചുഗീസുകാരെ പറ്റിയാണ്. ആരെ പറ്റിയാ സുഹൃത്തുക്കളെ? പോർച്ചുഗീസുകാരെ പറ്റിയാണ് ആദ്യമായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി എത്തുന്ന യൂറോപ്യൻ ശക്തിയും ഇന്ത്യയിൽ നിന്ന് അവസാനം പുറത്തു പോയ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ്. മറക്കല്ലേ, ഇന്ത്യയിൽ ആദ്യമായി എത്തുന്ന യൂറോപ്യൻ ശക്തിയും ഇന്ത്യയിൽ നിന്ന് അവസാനം പുറത്തു പോയ യൂറോപ്യൻ ശക്തിയും ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാരാണ്. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിദേശ ശക്തികൾ പോർച്ചുഗീസുകാരാണ്. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിദേശ ശക്തികൾ ആരാ സുഹൃത്തുക്കളെ? അത് പോർച്ചുഗീസുകാരായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വിദേശ ശക്തി ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരായിരുന്നു. സംശയം തോന്നും ബ്രിട്ടീഷുകാരാണെന്ന്. അല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വിദേശ ശക്തി ആരെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാര് റോമൻ കത്തോലിക്ക വിശ്വാസികളായിരുന്നു കേട്ടോ. ആരാണ്? റോമൻ കത്തോലിക്ക വിശ്വാസികളായിരുന്നു പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ കേരളത്തിലെത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയാണ്. 50-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. പോർച്ചുഗീസുകാർ കേരളത്തിലെത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാമൂതിരിയായിരുന്നു. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് നീണ്ട 463 വർഷക്കാലമായിരുന്നു. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് നീണ്ട 463 വർഷക്കാലമായിരുന്നു. അതായത് 1498 മുതൽ 1961 വരെയുള്ള നീണ്ട 463 വർഷം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ പഠിക്കണേ. ഈ ഭാഗം PSC ഇഷ്ടം പോലെ തവണ ചോദിച്ചിട്ടുണ്ട്. 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഒന്നുകൂടി പറയാം, ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് 463 വർഷമായിരുന്നു. 1498 മുതൽ 1961 വരെയുള്ള കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരുടെ സാന്നിധ്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയായിരുന്നു. ഓപ്ഷനകത്ത് ഉറപ്പായിട്ട് നമുക്ക് പണി തരാനായിട്ട് ഗോവ കാണും. സുഹൃത്തുക്കൾ തെറ്റിക്കരുത്, ഗോവയല്ല, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. ഒന്നുകൂടി പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. അതിനുശേഷമാണ് ഗോവ അവരുടെ പ്രധാന തലസ്ഥാനമായി മാറിയത്. ഓർക്കുക, പോർച്ചുഗീസുകാർ കൊച്ചിയിൽ നിന്നും തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റി. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. പോർച്ചുഗീസുകാര് കൊച്ചിയിൽ നിന്നും തലസ്ഥാനം എങ്ങോട്ട് മാറ്റി സുഹൃത്തുക്കളെ? ഗോവയിലേക്ക് മാറ്റി. 1510 പോർച്ചുഗീസുകാർ ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്ത്. പഠിക്കുക, ഈ ബീജാപ്പൂർ സുൽത്താൻ എന്നുള്ള പേര് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇപ്പോഴുള്ള ചോദ്യ പേപ്പറുകളിൽ കാണാറുണ്ട് ഇത്തരം ചോദ്യങ്ങൾ. 1510 പോർച്ചുഗീസുകാർ ബീജാപ്പൂർ സുൽത്താനിൽ നിന്നുമാണ് ഗോവ പിടിച്ചെടുത്തത്. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ബോംബെ ദ്വീപ്. മറക്കരുത്, പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകി എന്ന് കരുതപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ്? ബോംബെ ദ്വീപ്. ഇത് പണ്ട് കാലത്ത് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ചോദ്യമായിരുന്നു. ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. സാമൂതിരിയുടെ അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട വിദേശ ശക്തി പോർച്ചുഗീസ്
പോർച്ചുഗീസുകാരാണ് കേട്ടോ, അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. സാമൂതിരിയുടെ അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട വിദേശ ശക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാരാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ്. ഇവിടെ എല്ലാ സംഭാവനകളും നമ്മൾ പറയുന്നില്ല. പോർച്ചുഗീസുകാരുടെ കോട്ടകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേക ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വാസ്തുവിദ്യയിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞു. പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിലെ വാസ്തുവിദ്യയിൽ എന്ത് ചെയ്തു? സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞു. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര സാംസ്കാരിക വിനിമയത്തിന് ആക്കം കൂട്ടി. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര സാംസ്കാരിക വിനിമയത്തിന് എന്ത് ചെയ്തു? ആക്കം കൂട്ടി. അറിവും ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രിന്റിംഗ് പ്രസ്സുകൾ അവർ സ്ഥാപിച്ചു. ആരാണ്? പോർച്ചുഗീസുകാർ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റിംഗ് പ്രസ്സുകൾ സ്ഥാപിച്ച വിദേശശക്തിയാരെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ അറിവും ആശയങ്ങളും എന്താണ്? പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചത് ഗോവയിലാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഗോവയിലാണ്. പുതിയ തരം ആയുധങ്ങളും സൈനിക തന്ത്രങ്ങളും ഇന്ത്യയിൽ അവതരിപ്പിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു. പുതിയ തരം ആയുധങ്ങളും സൈനിക തന്ത്രങ്ങളും അവർ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഇന്ത്യൻ പദാവലിയിൽ വാക്കുകൾ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ പദാവലിയിലെ വാക്കുകൾ എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ കൂട്ടിച്ചേർത്തു. ഇത് PSCയുടെ LGS ലെവൽ സ്ഥിരം ചോദ്യമായിരുന്നു ഒരു കാലത്ത്. ഇനി ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ ചേർത്ത പദാവലികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാർ ഇന്ത്യൻ പദാവലിയിൽ ചേർക്കപ്പെട്ട വാക്കുകൾ ഏതെന്ന് ചോദിച്ചാൽ ലേലം, ഫാക്ടറി, മുറം, പതക്കം, കൊന്ത, കുമ്പസാരം, വികാരി, ചാവി, ജന്നൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത, അലമാര, ചായ, മേസ്തിരി, കുശിനി. കുറച്ച് വാക്കുകളെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഇവയെല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചു വരുന്നതാണ്. ലേലം, ഫാക്ടറി, മുറം, പതക്കം, കൊന്ത, കുമ്പസാരം, വികാരി, ചാവി, ജന്നൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത, അലമാര, ചായ, മേസ്തിരി, കുശിനി എന്നീ വാക്കുകൾ. വയലിൻ ഉൾപ്പെടെയുള്ള പുതിയ സംഗീത ഉപകരണങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. വയലിൻ ഉൾപ്പെടെയുള്ള പുതിയ സംഗീത ഉപകരണങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാരാണ്. പുതിയ ഇനം കാർഷിക വിളകൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഇതിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണേ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പുതിയ ഇനം കാർഷിക വിളകൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. അതിൽ തന്നെ പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില. ഇത് സ്ഥിരം PSCയുടെ ചോദ്യ സാന്നിധ്യമാണ്. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില എന്നീ കാർഷിക വിളകള് പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. ഇതിനോടൊപ്പം പഠിക്കേണ്ട പോയിന്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായി പുകയില കൃഷി നടത്തിയ വിദേശ ശക്തി എന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. അടുത്തതാണ് കണ്ണൂർ സന്ധി. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി. പഠിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി അറിയപ്പെടുന്ന പേരാണ് കണ്ണൂർ സന്ധി. പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് കോട്ടകൾ പണിയാനും വ്യാപാരം നടത്താനും അനുമതി നൽകിക്കൊണ്ടുള്ള സന്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ സന്ധിയാണ്. പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് കോട്ടകൾ പണിയാനും വ്യാപാരം നടത്താനുമുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള സന്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ സന്ധിയാണ്. കോഴിക്കോട് തുറമുഖത്ത് നിന്ന് ലഭിക്കുന്ന ടോളിന്റെയും ഒരു ഭാഗം പോർച്ചുഗീസുകാർക്ക് നൽകുന്ന സാമൂതിരി സമ്മതം നൽകി. എങ്ങനെയാണ്? കോഴിക്കോട് തുറമുഖത്ത് നിന്നും ലഭിക്കുന്ന ടോൾ, അതായത് കോഴിക്കോട് തുറമുഖത്ത് ഒരു കപ്പൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ടോൾ ആർക്ക് കൊടുക്കണം? സാമൂതിരിക്ക് നൽകണമായിരുന്നു. അതിലൊരു പങ്കാർക്കാണ് പോർച്ചുഗീസുകാർക്ക് നൽകാനും സാമൂതിരി സമ്മതം നൽകി. കോഴിക്കോട് സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിലുള്ള യുദ്ധത്തിൽ കോഴിക്കോട് സാമൂതിരിക്ക് വേണ്ട എല്ലാ പിന്തുണയും പോർച്ചുഗീസുകാർ നൽകി. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. കോഴിക്കോട് സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിലുള്ള യുദ്ധത്തിൽ കോഴിക്കോട് സാമൂതിരിക്ക് വേണ്ട എല്ലാ പിന്തുണയും പോർച്ചുഗീസുകാർ നൽകി. അപ്പോൾ എന്താണ് കണ്ണൂർ സന്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി. കണ്ണൂർ സന്ധി പ്രകാരം പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് കോട്ടകൾ പണിയാനും വ്യാപാരം നടത്താനുമുള്ള അനുമതി നൽകി. കോഴിക്കോട് തുറമുഖത്ത് നിന്ന് ലഭിക്കുന്ന ടോളിന്റെയും ഒരു ഭാഗം പോർച്ചുഗീസുകാർക്ക് നൽകാൻ സാമൂതിരി സമ്മതം നൽകി. കോഴിക്കോട് സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിലുള്ള യുദ്ധത്തിൽ കോഴിക്കോട് സാമൂതിരിക്ക് വേണ്ട എല്ലാ പിന്തുണയും ആർക്ക്? പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? നൽകി. അടുത്തതാണ് പൊന്നാനി ഉടമ്പടി. സന്ധികൾ ഉണ്ടാവും, സന്ധികൾ എന്ത് ചെയ്യും? പാലിക്കും
പാലിക്കാൻ ഒരിക്കലും പോർച്ചുഗീസുകാർ തയ്യാറാകത്തില്ല. അതോടുകൂടി വീണ്ടും യുദ്ധം നടക്കും, പിന്നെയും സന്ധികൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായ സന്ധിയാണ് പൊന്നാനി സന്ധി. 1540 ജനുവരി 1 പൊന്നാനി ഉടമ്പടി ഒപ്പുവെച്ചു. പൊന്നാനി ഉടമ്പടി ഒപ്പുവെച്ച വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1540 ജനുവരി മാസം 1 തീയതി. എത്രയാണ്? 1540 ജനുവരി മാസം 1 തീയതി. പോർച്ചുഗീസ് വൈസ്രോയി ഗാർസിയ ഡി നൊറോഹയും കോഴിക്കോട് സാമൂതിരിയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് പൊന്നാനി ഉടമ്പടി. പഠിച്ചു വെച്ചോളനെ. പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടുള്ള ഗാർസിയ ഡി നൊറോഹയും കോഴിക്കോട് സാമൂതിരിയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് പൊന്നാനി ഉടമ്പടി. പൊന്നാനി ഉടമ്പടി ഒപ്പുവെച്ചു എന്ന് കരുതപ്പെടുന്ന കപ്പലാണ് സെന്റ് മാത്യൂസ് കപ്പല്. പൊന്നാനി ഉടമ്പടി ഒപ്പുവെച്ചു എന്ന് കരുതപ്പെടുന്ന കപ്പല് എന്ന് ചോദിച്ചാൽ അത് സെന്റ് മാത്യൂസ് കപ്പല്. അപ്പൊ എന്താണ് പൊന്നാനി ഉടമ്പടി എന്ന് ചോദിച്ചാല് 1540 ജനുവരി മാസം 1 തീയതി ഒപ്പുവെച്ച ഉടമ്പടിയാണ് പൊന്നാനി ഉടമ്പടി. പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടുള്ള ഗാർസിയ ഡി നൊറോഹയും കോഴിക്കോട് സാമൂതിരിയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് പൊന്നാനി ഉടമ്പടി. പൊന്നാനി ഉടമ്പടി ഒപ്പുവെച്ചു എന്ന് കരുതപ്പെടുന്ന കപ്പൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് സെന്റ് മാത്യൂസ് കപ്പലാണ്. പോർച്ചുഗീസ് ഇന്ത്യയുടെ പതനത്തിന് കാരണമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പോർച്ചുഗീസുകാർ ഇത്രയും ശക്തമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഒരു കാലത്ത് അവർക്ക് എന്ത് ചെയ്തു? പതനം സംഭവിച്ചു. അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അൽഫോൺസോ ഡി അൽബുക്കർക്കിന് പിൻഗാമിയായി വന്ന ഗവർണർ ജനറൽമാർ ദുർബലരും കഴിവ് കുറഞ്ഞവരുമായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അൽഫോൺസോ ഡി അൽബുക്കർക്കിന് ശേഷം വന്ന ഗവർണർമാർ പലരും ദുർബലരും കഴിവ് കുറഞ്ഞവരുമായിരുന്നു. തദ്ദേശീയരായ ജനങ്ങളെ നിർബന്ധപൂർവം ക്രിസ്തുമത പരിവർത്തനം നടത്താൻ ശ്രമിച്ചത്. രണ്ടാമത്തെ പോയിന്റായി പറയുന്നത് എന്താണ്? തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ നിർബന്ധപൂർവം ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചത്. പോർച്ചുഗീസ് ഭരണകൂടം അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇത് തദ്ദേശീയർക്കിടയിൽ എന്ത് ചെയ്തു? വെറുപ്പുളവാക്കി. പോർച്ചുഗീസുകാർ ഭരണകൂടം അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇത് തദ്ദേശീയർക്കിടയിലെ വെറുപ്പുളവാക്കുന്നതിനും കാരണമായി. പോർച്ചുഗീസ് ഭരണകൂടത്തിന് മനുഷ്യത്വരഹിതമായ ക്രൂരതകളും നിയമങ്ങളും പോർച്ചുഗീസ് ഇന്ത്യയുടെ പതനത്തിന് കാരണമായി. പോർച്ചുഗീസുകാർ ഇടയ്ക്ക് നടത്തുന്ന കടൽ കൊള്ളകളും പോർച്ചുഗീസ് ഇന്ത്യയുടെ പതനത്തിന് ആക്കം കൂട്ടി. അതായത് ഇന്ത്യൻ കപ്പലുകൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? പോർച്ചുഗീസുകാര് കൊള്ള നടത്താൻ ശ്രമിച്ചു. ഇതും എന്ത് ചെയ്തു? പോർച്ചുഗീസ് ഇന്ത്യയുടെ പതനത്തിന് കാരണമായി. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. പോർച്ചുഗീസ് ഇന്ത്യയുടെ പതനത്തിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അൽഫോൺസോ ഡി അൽബുക്കർക്കിന് ശേഷം വന്നിട്ടുള്ള ഗവർണർ ജനറൽമാര് ദുർബലരും കഴിവ് കുറഞ്ഞവരുമായിരുന്നു. തദ്ദേശീയരായ ജനങ്ങളെ നിർബന്ധപൂർവം ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു. പോർച്ചുഗീസ് ഭരണകൂടം അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇത് തദ്ദേശീയർക്കിടയിൽ വെറുപ്പുളവാക്കുന്നതിനും കാരണമായി. പോർച്ചുഗീസ് ഭരണകൂടത്തിന്റെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ക്രൂരതകളും നിയമങ്ങളും പോർച്ചുഗീസുകാർ ഇടയ്ക്ക് നടത്തുന്ന കടൽ കൊള്ളകളും പോർച്ചുഗീസ് ഇന്ത്യയുടെ പതനത്തിന് ആക്കം കൂട്ടി. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് വാസ്കോ ഡ ഗാമയെ പറ്റി. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള പോർച്ചുഗീസ് നാവികനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാസ്കോ ഡ ഗാമയാണ്. അപ്പോൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക സുഹൃത്തുക്കൾ. വാസ്കോ ഡ ഗാമയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സമയം കളയണ്ട, നോക്കാം. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരെന്ന് ചോദിച്ചാൽ അത് വാസ്കോ ഡ ഗാമയാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരെന്ന് ചോദിച്ചാൽ അത് വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ കമ്പോളത്തിൽ ഉണ്ടായിരുന്ന ആവശ്യകത. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് ആകർഷിച്ച കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ കമ്പോളത്തിൽ ഉണ്ടായിരുന്ന ആവശ്യകത. വാസ്കോ ഡ ഗാമ യാത്ര ആരംഭിച്ച സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ലിസ്ബണിൽ നിന്നാണ്. വാസ്കോ ഡ ഗാമ യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് സുഹൃത്തുക്കളെ? ലിസ്ബണിൽ നിന്നാണ്. 1497 വാസ്കോ ഡ ഗാമ യാത്ര ആരംഭിച്ചത്. PSC 50-ൽ കൂടുതൽ തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. വാസ്കോ ഡ ഗാമ യാത്ര ആരംഭിച്ച സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ലിസ്ബൺ ആണ്. വർഷം ചോദിച്ചാൽ 1497. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ. ആരാണ്? വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാ സുഹൃത്തുക്കളെ? മാനുവൽ ഒന്നാമൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപൻ എന്നും സേനാധിപതി എന്നും അറിയപ്പെട്ടിരുന്ന പോർച്ചുഗീസ് നാവികൻ ആരെന്ന് ചോദിച്ചാൽ വാസ്കോ ഡ ഗാമയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപതി എന്നും അധിപൻ എന്നും അറിയപ്പെട്ടിരുന്ന പോർച്ചുഗീസ് നാവികൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാസ്കോ ഡ ഗാമയായിരുന്നു. ഇങ്ങനെ വിളിച്ചത് അല്ലെങ്കിൽ ഈ ഒരു പദവി നൽകിയതാരെന്ന് ചോദിച്ചാൽ അത് മാനുവൽ ഒന്നാമനായിരുന്നു കേട്ടോ. മാനുവൽ ഒന്നാമൻ രാജാവായിരുന്നു. ഇന്ത്യ സന്ദർശിച്ച് വിജയകരമായി തിരിച്ചു വന്ന
വാസ്കോഡ ഗാമയ്ക്ക് വാനുവൽ രാജാവ് നൽകിയ പദവിയാണ് ഡോം പദവി. ഓർത്തു വെച്ചിരിക്കുക, ഇന്ത്യൻ സന്ദർശിച്ച് വിജയകരമായി തിരിച്ചു വന്ന വാസ്കോഡ ഗാമയ്ക്ക് മാനുവൽ രാജാവ് ഡോം എന്ന പദവി നൽകി സ്വീകരിച്ചു. വാസ്കോഡ ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പലിന്റെ പേരായിരുന്നു സെന്റ് ഗബ്രിയല്. ഇതും PSC 50-ൽ കൂടുതൽ തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. വാസ്കോഡ ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയല്. മറ്റ് 2 കപ്പലുകൾ കൂടി വാസ്കോഡ ഗാമയുടെ അനുഗമിച്ചിരുന്നു. ആ 2 കപ്പലിന്റെ പേരും PSC ചോദിച്ചിട്ടുണ്ട്. സെന്റ് റാഫേലും അതുപോലെ തന്നെ ബെറിയോയും. മറ്റു 2 കപ്പലിന്റെ പേരെന്താണ്? സെന്റ് റാഫേലും ബെറിയോയും. അതിനോടൊപ്പം ഒരു കൊച്ചു ചരക്ക് കപ്പൽ കൂടി ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അപ്പോ വാസ്കോഡ ഗാമയെ അനുഗമിച്ചിരുന്ന കപ്പലുകളുടെ എണ്ണം ചോദിച്ചാൽ മൊത്തം 3 കപ്പലുകൾ അനുഗമിച്ചിരുന്നു. നമുക്കതിൽ പഠിക്കേണ്ട 2 കപ്പലുകളാണ്. അതിന്റെ പേരാണ് സെന്റ് റാഫേലും ബെറിയോയും. മറക്കരുത്. അപ്പോ വാസ്കോഡ ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പലിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ സെന്റ് ഗബ്രിയൽ. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് 1498 മെയ് മാസം 20-ാം തീയതി കോഴിക്കോട് ചെമ്മാഞ്ചേരി പഞ്ചായത്ത് കാപ്പാട് കടപ്പുറത്തിലെ പന്തലായനി ബീച്ചിൽ. ഇങ്ങനെ തന്നെ പഠിക്കുക സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പോ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് എന്നെന്ന് ചോദിച്ചാൽ 1498 മെയ് മാസം 20-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ ചെമ്മാഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് തുറമുഖത്തുള്ള പന്തലായനി ബീച്ചിലാണ്. ഇത്രയും ഭാഗം ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. ഒന്നുകൂടി എടുത്തു പറയുന്നു. 1498 മെയ് മാസം 20-ാം തീയതി കോഴിക്കോട് ചെമ്മാഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ എത്തിയത്. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോക്ക്. മറക്കരുത്, വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാരെന്ന് ചോദിച്ചാൽ അൽവാരോ വെൻഹോവാണ്. വാസ്കോഡ ഗാമയുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ട കോഴിക്കോട് രാജാവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സാമൂതിരി. വാസ്കോഡ ഗാമയുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന കോഴിക്കോട് രാജാവായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് സാമൂതിരിയായിരുന്നു. വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം 1524 ഡിസംബർ മാസം 24-ാം തീയതി. 1524 ഡിസംബർ മാസം 24-ാം തീയതിയാണ് വാസ്കോഡ ഗാമ അന്തരിച്ചത്. വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള പള്ളി സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചി. എന്താണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള കേരളത്തിലെ പള്ളി എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ പള്ളി എന്ന് ചോദിച്ചാൽ അത് സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചിയാണ്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം, അല്ലെങ്കിൽ പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം 1539-ലാണ്. അപ്പോൾ 1524 ഡിസംബർ 24-ാം തീയതി വാസ്കോഡ ഗാമ കേരളത്തിൽ വെച്ച് ധരിക്കുന്നു. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പള്ളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചിയിലാണ്. 1539 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് എന്ത് ചെയ്തു? കൊണ്ടുപോയി. വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജെറോമിനസ് കത്തീഡ്രൽ, ലിസ്ബൺ ആണ്. മറക്കരുത്, വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് ജെറോമിനസ് കത്തീഡ്രൽ, ലിസ്ബണിലാണ്. ലിസ്ബണിലെ ജെറോമിനസ് കത്തീഡ്രലിലാണ്. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോവയാണ്. ഗോവയിലെ ഒരു സ്ഥലത്തിന്റെ പേര് വാസ്കോഡ ഗാമ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലെത്തിയ, അല്ലെങ്കിൽ വാസ്കോഡ ഗാമയുടെ ഇന്ത്യൻ സന്ദർശനത്തിന്റെ വർഷങ്ങൾ ഒന്ന് പഠിക്കുക സുഹൃത്തുക്കളെ. 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. 1498 വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തി. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. 1498 മെയ് മാസം 20-ാം തീയതി വാസ്കോഡ ഗാമ കേരളത്തിലെത്തി. 1502 വാസ്കോഡ ഗാമ രണ്ടാമത് കേരളത്തിലെത്തി. 1502 വാസ്കോഡ ഗാമ രണ്ടാമത് വീണ്ടും കേരളത്തിലെത്തുന്നു. 1524 വാസ്കോഡ ഗാമ അവസാനമായി കേരളത്തിലെത്തുന്നത്. ആ വർഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. 1498 ആദ്യമായി കേരളത്തിലെത്തുന്നു. 1502 രണ്ടാമതായി കേരളത്തിലെത്തുന്നു. 1524 മൂന്നാമതായിട്ടും എന്ത് ചെയ്യുന്നു? വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തുന്നു. അവസാനമായി എത്തിയ വർഷം ചോദിച്ചാൽ 1524. ആ വർഷം അദ്ദേഹം അന്തരിക്കുന്നു. അടുത്തതായി നമ്മൾ പഠിക്കേണ്ടതാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയെ പറ്റി പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. മറക്കരുത്, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. കടൽ മാർഗം ബോംബെയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അതാണ് വ്യത്യാസം കേട്ടോ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാസ്കോഡ ഗാമയാണ്. എന്നാൽ കടൽ മാർഗം ബോംബെയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ ആരെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. 1505 ഒക്ടോബർ 31 മുതൽ 1509 വരെ നീണ്ട 3 വർഷക്കാലം ഇന്ത്യയുടെ
ഇന്ത്യയുടെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു. 1505 ഒക്ടോബർ 31 മുതൽ 1509 വരെയുള്ള 3 വർഷക്കാലം ഇന്ത്യയുടെ പോർച്ചുഗീസ് വൈസ്രോയി ആയി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അറബികളുടെ ഇന്ത്യയുമായുള്ള വ്യാപാരം തകർക്കുക എന്നതായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ പ്രധാന ലക്ഷ്യം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അറബികളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം തകർക്കുക എന്നതായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ പ്രധാന ലക്ഷ്യം. 1509 ദിയു നാവിക യുദ്ധത്തിൽ വിജയത്തോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോർച്ചുഗീസ് ആധിപത്യം സ്ഥാപിച്ചതിന്റെ ബഹുമതി അൽമേഡയ്ക്ക് ലഭിച്ചു. മറക്കരുത്, 1509 ദിയു നാവിക യുദ്ധത്തിന്റെ വിജയത്തോടുകൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോർച്ചുഗീസ് ആധിപത്യം സ്ഥാപിച്ചതിന്റെ ബഹുമതി ആർക്ക് ലഭിച്ചു? അൽമേഡയ്ക്ക് ലഭിച്ചു. ഓർക്കുക, നീലജല നയത്തിന്റെ ഉപജ്ഞാതാവ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. PSC 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ്. ബ്ലൂ വാട്ടർ ട്രീറ്റി അല്ലെങ്കിൽ നീല ജല നയത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു ചോദിച്ചാൽ അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഓർക്കുക, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് നീല ജല നയം അല്ലെങ്കിൽ ദി ബ്ലൂ വാട്ടർ ട്രീറ്റി എന്നുള്ളത്. ഇന്ത്യൻ സമുദ്രത്തിന്റെ അതിർത്തിക്ക് മേൽ ശക്തമായ പോർച്ചുഗീസ് നിയന്ത്രണം കൊണ്ടുവരാൻ ഫ്രാൻസിസ്കോ ഡി അൽമേഡ കൊണ്ടുവന്ന നയമാണ് നീല ജല നയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? ഇന്ത്യൻ സമുദ്രത്തിന്റെ അതിർത്തിക്ക് മേൽ ശക്തമായ പോർച്ചുഗീസ് നിയന്ത്രണം കൊണ്ടുവരാൻ ഫ്രാൻസിസ്കോ ഡി അൽമേഡ കൊണ്ടുവന്ന നയമായിരുന്നു നീലജല നയം. ഈ നയം ഉപയോഗിച്ച് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവയുടെ നിയന്ത്രണം പോർച്ചുഗീസുകാർ ഏറ്റെടുത്തു. പഠിച്ചു വെച്ചേക്കുക, പോർച്ചുഗീസുകാര് ഗോവയുടെ നിയന്ത്രണം ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഏറ്റെടുക്കുന്നതിന് കാരണമായ അല്ലെങ്കിൽ സഹായിച്ച നയമേന്ന് ചോദിച്ചാൽ അത് നീലജല നയമാണ്. ഓർക്കുക, ഗോവയെ പോർച്ചുഗീസുകാരുടെ സെറ്റിൽമെന്റ് ആസ്ഥാനമാക്കാൻ സഹായിച്ചതും നീലജല നയമാണ്. ഗോവയെ പോർച്ചുഗീസുകാരുടെ സെറ്റിൽമെന്റ് ആസ്ഥാനമാക്കുന്ന അല്ലെ പോർച്ചുഗീസുകാരുടെ ആസ്ഥാനമാക്കി മാറ്റുന്നതിന് കാരണമായതും നീലജല നയമാണ്. പടിഞ്ഞാറേ ഇന്ത്യൻ തീരത്തെത്തുന്ന കപ്പലുകളും തുറമുഖവും പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായി. ഇതോടുകൂടി ഏതാണ് നീലജല നയം മൂലം പടിഞ്ഞാറേ ഇന്ത്യൻ തീരത്തെത്തുന്ന കപ്പലുകളും തുറമുഖവും പോർച്ചുഗീസുകാരുടെ എന്ത് ചെയ്തു? നിയന്ത്രണത്തിലായി. 1510 കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലെ തദ്ദേശ ജനങ്ങളുമായി നടന്നൊരു സംഘർഷത്തിൽ അൽമേഡ മരണപ്പെടുകയും ചെയ്തു. ഈ ഭാഗം ഒന്ന് സുഹൃത്തുക്കൾ ഓർത്തു വെച്ചിരിക്കുക. 1510 കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലെ തദ്ദേശ ജനങ്ങളുമായി നടന്ന സംഘർഷത്തിൽ അൽമേഡ എന്ത് ചെയ്തു? മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് നീലജല നയത്തിൽ നമ്മൾ പഠിക്കുവാനുള്ളത്. സുഹൃത്തുക്കൾ വ്യക്തമായി ഈ ഭാഗം പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർച്ചുഗീസ് നാവികനാണ് അൽബുക്കർക്ക് അല്ലെങ്കിൽ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. അൽബുക്കർക്കിന്റെ ഭാഗം ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിരിക്കുന്ന മൂന്നാമതായിട്ടുള്ള വ്യക്തിയായിരുന്നു ചോദിച്ച പോർച്ചുഗീസ് വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അൽബുക്കർക്കാണ്. 1509 മുതൽ 1515 വരെ പോർച്ചുഗീസ് ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. ഇന്ത്യയുടെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ചോദിച്ചാൽ അൽബുക്കർക്ക്. അപ്പോൾ അൽബുക്കർക്കിന്റെ ഭരണകാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1509 മുതൽ 1515 വരെ. ഇന്ത്യയുടെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് അൽബുക്കർക്കാണ്. ഇന്ത്യൻ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്, 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. ഇന്ത്യൻ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. ഇന്ത്യൻ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അൽബുക്കർക്ക്. ഇന്ത്യൻ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് വൈസ്രോയി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ അല്ലെങ്കിൽ മിശ്ര കോളനി വ്യവസ്ഥ എന്ന പേരിൽ അതിനെ അറിയപ്പെടും കേട്ടോ. അതായത് വേറൊന്നുമില്ല സുഹൃത്തുക്കളെ, പണ്ടുകാലത്ത് ഈ പോർച്ചുഗീസ് നാവികന്മാരുടെ ഭാര്യമാര് അവരുടെ കപ്പലിൽ കയറിക്കൂടാ എന്ന് പറഞ്ഞ ഒരു ദുരാചാരം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഒരു ഫാമിലി ഒന്നും ഇല്ലാതെയാണ് ഈ പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെത്തുന്നത്. എന്നിട്ട് നിർബന്ധമായിട്ട് ഇന്ത്യൻ സ്ത്രീകളെ കൊണ്ട് പോർച്ചുഗീസുകാരെ വിവാഹം കഴിപ്പിച്ചു ഈ അൽബുക്കർക്ക് കേട്ടോ. ആരാണ് ഈ അൽബുക്കർക്ക്? എന്ത് ചെയ്തു? ഇന്ത്യയിലുള്ള സ്ത്രീകളെ നിർബന്ധപൂർവ്വം പോർച്ചുഗീസുമാരുമായിട്ട് വിവാഹം കഴിപ്പിച്ചു. ആര്? അൽബുക്കർക്ക്. അതിനെയാണ് മിശ്ര കോളനി വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മിശ്ര കോളനി വ്യവസ്ഥ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. അപ്പൊ ആ പോയിന്റ് ഒന്ന് ഓർക്കുക. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ അല്ലെങ്കിൽ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി. ഇമ്പോർട്ടന്റ് പോയിന്റ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അൽബുക്കർക്കാണ്. ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും
നിന്നും ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. 1510 ഡിസംബറിലാണ് ഈ യുദ്ധം നടന്നത്. ഇതിനെ ഗോവ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നുകൂടി പറയാം, ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് വൈസ്രോയി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൽബുക്കർക്കായിരുന്നു. 1510 ഡിസംബറിലായിരുന്നു ഈ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തെ ഗോവ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. വിജയനഗര സാമ്രാജ്യവുമായി സൗഹൃദ ബന്ധം നിലനിർത്തിയിരുന്ന പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അൽബുക്കർക്ക്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇങ്ങനെയുള്ള പോയിന്റ് ആണ് PSC ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയനഗര സാമ്രാജ്യവുമായി സൗഹൃദ ബന്ധം നിലനിർത്തിയിരുന്ന പോർച്ചുഗീസ് വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. പ്രാദേശിക ഡിസൈനുകൾ അടിസ്ഥാനമാക്കിയും പോർച്ചുഗീസ് രാജാക്കന്മാരുടെ ബാഡ്ജ് കൊത്തിയ സ്വർണം, വെള്ളി, വെങ്കലം നാണയങ്ങൾ പുറത്തിറക്കിയ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അൽബുക്കർക്ക്. മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രാദേശിക ഡിസൈനുകൾ അടിസ്ഥാനമാക്കിയും പോർച്ചുഗീസ് രാജാക്കന്മാരുടെ ബാഡ്ജ് കൊത്തിയ സ്വർണം, വെള്ളി, വെങ്കലം നാണയങ്ങള് പുറത്തിറക്കിയ വൈസ്രോയി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൽബുക്കർക്കാണ്. പണ്ടുകാലത്തെ മലാക്ക എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മലേഷ്യയിൽ ഖനനശാലകൾ ആരംഭിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അൽബുക്കർക്കാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പണ്ടുകാലത്ത് മലാക്ക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മലേഷ്യയിൽ ഖനനശാലകൾ ആരംഭിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അൽബുക്കർക്കാണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കള് അൽബുക്കർക്കുമായി വ്യക്തമായി തന്നെ പഠിച്ചിരിക്കണം. കാരണം ഇവയിലെ പല ക്വസ്റ്റ്യനുകളും ഓൾറെഡി UPSC ലെവൽ ചോദിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ കേരള PSC ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ആണ് ഇവ. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് സുഹൃത്തുക്കൾ പഠിക്കുക. അപ്പോൾ ഇത്രയും ഭാഗമായിരുന്നു നമ്മൾ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന ഭാഗത്ത് നിന്ന് പഠിച്ചത്. ഇതിൽ തന്നെ നമുക്ക് ഇനി പ്രധാനമായിട്ടും പഠിക്കേണ്ട മറ്റു കുറച്ച് പോയിന്റ്സുകൾ കൂടിയുണ്ട്. അതായത് കുഞ്ഞാലി മരക്കാരുടെ ഭാഗം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല. അതിനോടൊപ്പം തന്നെ യൂറോപ്യന്മാരുടെ സംഭാവനകളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള യൂറോപ്യൻ കോട്ടകളെ പറ്റി നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് അടുത്തതായി തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൂടി നൽകുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ സുഹൃത്തുക്കൾക്ക് എത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.